വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഞാനും ശില്പിയും കൂടെ കൊട്ടിയം വരെ പോവുകയാണ്. പിന്നെ അയ്യോ നടക്കാൻ വയ്യേ, വെയിൽ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം? കൊള്ളാമോ? അപ്പോൾ അവിടെ കാത്തു നിൽക്കുക. ഓ പൊരിഞ്ഞ വെയിൽ. അപ്പോൾ അങ്ങോട്ട് പോവാം. കുറച്ച് നേരമായി കേട്ടോ പാവപ്പെട്ടവൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, വെയിലുണ്ട്, കരിഞ്ഞു എന്നൊക്കെ പറയുക. അപ്പോൾ നേരെ പോയാലോ? ഉച്ചയ്ക്ക് ചോറും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോയ ഞാനാ. ഉടനെ ശില്പ വിളിച്ചിട്ട് കൊട്ടിയം വരുന്ന് പോയാലോടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ പോയിട്ട് വരാം. പിന്നെ നല്ല പൊരിഞ്ഞ വെയിലൊക്കെ ആയിരുന്നു. പിന്നെ എന്നാലും കുഴപ്പമില്ല, വെയിൽ മഴയൊന്നും നമുക്കൊരു വിഷയമല്ല. എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പോകുന്നത് വേറൊന്നുമല്ല, ശില്പയ്ക്കൊരു മൂക്കുത്തി മേടിച്ചിട്ടായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പായിട്ട് മേടിച്ചതാണ്, ഡയമണ്ട്. അത് മങ്ങി തുടങ്ങി കളറ്. അപ്പോഴേ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പല്ല് മാത്രം കാണാം, അതെങ്കിലും കാണാം. ഇവിടെ പോയി പെരുവയിലൊക്കെ നമ്മൾ വന്നത് കൊട്ടിയം പത്മ ജ്വല്ലറിയിലാണ്. കഴിഞ്ഞ വർഷം ഞാനും ഇവിടെ നിന്നൊരു മുക്കുത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡയമണ്ട്. പക്ഷേ അത് നല്ല തിളക്കമായിരുന്നു കേട്ടോ, 1 സെൻറ്റിൻ്റെ. എനിക്ക് തോന്നുന്നു സെൻറ്റ് കുറവായതുകൊണ്ടായിരിക്കാം ഇതിന് മങ്ങലടിച്ചതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഡയമണ്ടിൻ്റെ മൂക്കുത്തി. പക്ഷേ ഇപ്പം നല്ല തിളക്കമൊക്കെ ഉണ്ട്. നേരത്തെ വലിയ തിളക്കമൊന്നും ഇല്ലായിരുന്നു. ഡയമണ്ട് വെള്ളത്തിനകത്ത് തിളപ്പിക്കണം. ചുമ്മാ വെള്ളത്തിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് ചുമ്മാ ഒന്ന് ബ്രഷ് ചെയ്താൽ ആ വെള്ളം വെട്ടാതെയാണ് കേട്ടോ. അപ്പോൾ ആവുന്നത് ആ ചേട്ടൻ പറഞ്ഞു നോക്കി, ഡയമണ്ട് ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ ഒന്ന് കഴുകി നോക്കിയാൽ മതി, തിളക്കം കിട്ടും. അപ്പോൾ ശില്പ പറഞ്ഞു എനിക്കിനി അത് വേണ്ട, ഞാൻ ഗോൾഡിൻ്റെ എടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾഡിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഡയമണ്ട്, ഗോൾഡ്, ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? എനിക്ക് ഗോൾഡ് കേട്ടോ, വേറൊന്നുമല്ല. പണയം വെക്കാനും ഒക്കെ നല്ലത് അതാണ് ഗോൾഡ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് നല്ലത് ഗോൾഡ് തന്നെ. കാരണം നമ്മൾ എന്തിനാണ് ഗോൾഡ് എടുക്കുന്നത്? അത്യാവശ്യം ആവശ്യത്തിനെ കൊണ്ട് പണയം വെക്കാനാണ്. എനിക്ക് ഗോൾഡാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തിരഞ്ഞ് ലാസ്റ്റ് ഒടുവിൽ കിട്ടിയത് അവൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു മൂക്കുത്തി തന്നെ അവൾക്ക് കിട്ടി. അപ്പോൾ ആ മൂക്കുത്തി ഏതാണെന്ന് കാണണ്ടേ? ദാണ്ടി ഇതാണ്. അങ്ങനെ ആ മൂക്കുത്തി കിട്ടിയപ്പോഴത്തേ ശില്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതൊക്കെ ഇട്ട് നോക്കി, ഭംഗിയൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം ഭംഗി നോക്കി അവിടെ കറങ്ങി അടിച്ച് നിന്നവള്. കൊള്ളാടി, കൊള്ളാടി, സൂപ്പർ, കൊള്ളാന്ന്. ചതിച്ചു ഗൈസ്. വീണ്ടും അടുത്ത മൂക്കുത്തി നോക്കൂ, വെറൈറ്റി. അയ്യോ എനിക്ക് വീട്ടിൽ പോണവേ. സത്യം ഒരു പാടി ചിലപ്പ്. ഇതിലിട്ട് നോക്കി, ഇത് ആദ്യമേ അമ്മ ഇട്ട് നോക്കി. ഇത് നമ്മൾ പിന്നെ അത് വേറെ ഇതിൻ്റെ ചെറുതല്ലേ എത്ര ഇപ്പം ഇതൊരു വലുപ്പമുള്ള മേടിക്കുന്നത്. ഇത് കൊള്ളാടി, കൊള്ളാന്ന് പറയും. നമുക്കൊന്നും കൂട്ടട്ടെ. നല്ല ഇവൾ ഒരു നടയ്ക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ മൂക്കുത്തിയൊക്കെ വെച്ചൊക്കെ നോക്ക്, കൊള്ളാമല്ലോ അല്ലേ? അയ്യോ കൊള്ളാടി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കൊച്ചു മൂക്കൂത്താൻ വന്നു കേട്ടോ. ഈ പൊടി പ്രായത്തിലൊക്കെ മൂക്കൂത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അതിൻ്റെ ആഗ്രഹമല്ലേന്ന് പറഞ്ഞ് അവർ അച്ഛനും അമ്മയും അത് സാധിച്ചു കൊടുത്തു.
അങ്ങനെ ഞാനും വാങ്ങി ഒരു കുഞ്ഞു സ്വർണം. എന്താണെന്നല്ല, കുഞ്ഞു ലോക്കറ്റ് വാങ്ങി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുജി എന്നാണ്. അപ്പം രസിൻ്റെ ലോക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിയ ലോക്കറ്റ് ഇതാണ് കേട്ടോ. ഇഷ്ടമായോ? എനിക്കിഷ്ടമായി. ഈ ഇരിക്കുന്നത് വെള്ളി മോതിരം കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കളക്ഷൻ കാണുന്നത്. കാരണം ഞാൻ വേറെ എവിടെയും വെള്ളി മോതിരം നോക്കാറില്ലായിരുന്നു, നോക്കിയിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നോക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്നത് മജന്തയും പച്ചയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ കല്ലിൻ്റെ അടിപൊളിയാണ്. 400 സംതിങ് ആയിട്ടോ അതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. പോട്ടെ, ടാറ്റാ.